നമസ്കാരം. മിഡ് ഈസ്റ്റ് അവറിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കുവൈത്ത് ആഭ്യന്തര മന്ത്രാലയം നടത്തിയ പരിശോധനയിൽ 186 അനധികൃത താമസക്കാർ പിടിയിൽ. 20 സിവിൽ കേസുകൾ രജിസ്റ്റർ ചെയ്തു. പരിശോധന വരും ദിവസങ്ങളിലും തുടരുമെന്ന് ആഭ്യന്തര മന്ത്രാലയം. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഗൾഫ് പര്യടനം തുടരുന്നു. ത്രിദിന സന്ദർശനത്തിനായി ബഹ്റൈനിലെത്തിയ മുഖ്യമന്ത്രിക്ക് ഊഷ്മള വരവേൽപ്പ്. കേരളവും ബഹ്റൈനും തമ്മിലുള്ള ബന്ധം ശക്തിപ്പെടുത്തുന്നതിനായി 7 നിർദ്ദേശങ്ങൾ ബഹ്റൈൻ രാജാവിന് സമർപ്പിച്ചു. കുവൈത്തിൽ വിദേശികളുടെ മൃതദേഹം സംസ്കരിക്കുന്നതിന് ഫീസ് ചുമത്തണമെന്ന നിർദ്ദേശവുമായി മുനിസിപ്പൽ കൗൺസിൽ അംഗം രംഗത്ത്. മൃതദേഹം മറവു ചെയ്യുന്നതിന് അതാത് എംബസികളിൽ നിന്ന് ഫീസ് ഈടാക്കണം. ശ്മശാനങ്ങളുടെ വികസനത്തിനായി തുക വിനിയോഗിക്കണമെന്നും ഡോക്ടർ ഹസൻ കമാൽ. കുവൈത്ത് ആഭ്യന്തര മന്ത്രാലയം ബുധനാഴ്ച വൈകിട്ട് സാൽമിയയിൽ നടത്തിയ സുരക്ഷാ പരിശോധനയ്ക്കൊടുവിൽ 186 പേരെ അറസ്റ്റ് ചെയ്തു. താമസ നിയമ ലംഘകരാണ് പിടിയിലായവരിൽ ഏറെയും. 20 സിവിൽ കേസുകൾ രജിസ്റ്റർ ചെയ്തതായും പോലീസ് അറിയിച്ചു. നിരവധി ഗതാഗത നിയമലംഘനങ്ങളും കണ്ടെത്തിയിട്ടുണ്ട്. 970 പേരുടെ രേഖകൾ പരിശോധിച്ച ശേഷമാണ് 186 പേരെ കസ്റ്റഡിയിലെടുത്തത്. സമാന രീതിയിൽ വരും ദിവസങ്ങളിലും പരിശോധന നടത്തുമെന്ന് ആഭ്യന്തര മന്ത്രാലയം ഉദ്യോഗസ്ഥർ അറിയിച്ചു. സ്വദേശികളും വിദേശികളും തിരിച്ചറിയൽ രേഖ കൈവശം വെച്ച് മാത്രമേ പുറത്തിറങ്ങാവൂ എന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകി. കുവൈത്തിൽ വിദേശികളുടെ മൃതദേഹം സംസ്കരിക്കുന്നതിന് ഫീസ് ചുമത്തണമെന്ന നിർദ്ദേശവുമായി മുനിസിപ്പൽ കൗൺസിൽ അംഗം. വിദേശികളെ രാജ്യത്ത് മറവു ചെയ്യുന്നതിന് അതാതു രാജ്യത്തെ എംബസികളിൽ നിന്ന് ഫീസ് ഈടാക്കണമെന്നും ശ്മശാനങ്ങളുടെ വികസന കാര്യങ്ങൾക്കായി ഈ തുക വിനിയോഗിക്കണമെന്നും മുനിസിപ്പൽ കൗൺസിലർ ഡോക്ടർ ഹസൻ കമാൽ അഭിപ്രായപ്പെട്ടു. ശ്മശാനങ്ങളുടെ വികസനത്തോടൊപ്പം മൃതദേഹങ്ങൾ കുളിപ്പിക്കൽ, കഫൻ ചെയ്യൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൂടുതൽ കാര്യക്ഷമമായി നടത്താനും ഫീസ് ചുമത്തുന്നതിലൂടെ സാധിക്കുമെന്നാണ് മുനിസിപ്പൽ അംഗത്തിന്റെ അഭിപ്രായം. ഖബറിടത്തിന് വില നിശ്ചയിക്കലായി നിർദ്ദേശത്തെ കാണേണ്ടതില്ലെന്നും കുവൈത്തിൽ താമസാനുമതിയുള്ള വിദേശികൾക്ക് മാത്രം ഫീസ് ചുമത്തിയാൽ മതിയെന്നും നിർദ്ദേശം നടപ്പാക്കുന്നതിൽ ഏതെങ്കിലും തരത്തിൽ തടസ്സമുണ്ടെന്ന് കരുതുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ഫീസ് എംബസികളിൽ നിന്ന് ഈടാക്കണം. ശ്മശാനങ്ങളുടെ വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയായിരിക്കണം ഇതിലൂടെ ലഭിക്കുന്ന പണം വിനിയോഗിക്കേണ്ടത്. അതേസമയം വിദേശികൾക്ക് മാത്രമായി പ്രത്യേക ശ്മശാനമെന്നതിനോട് യോജിക്കുന്നില്ലെന്നും പ്രാദേശിക പത്രത്തിന് അനുവദിച്ച അഭിമുഖത്തിൽ കൗൺസിലർ കൂട്ടിച്ചേർത്തു. മീഡിയ 1 കുവൈറ്റ് സിറ്റി. കുവൈത്തിൽ പോളിയോ വാക്സിൻ പദ്ധതി നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ട് പൊതു താൽപര്യ ഹർജി. ആയിദ് അൽ റുഷൈദി എന്ന അഭിഭാഷകനാണ് പോളിയോ വാക്സിൻ സുരക്ഷിതമല്ലെന്നും പദ്ധതി നിർത്തിവെക്കണമെന്നും കാണിച്ച് കോടതിയെ സമീപിച്ചത്. സ്വദേശി വിദേശി വ്യത്യാസമില്ലാതെ രാജ്യത്തെ മുഴുവൻ കുട്ടികൾക്കും പോളിയോ പ്രതിരോധ തുള്ളിമരുന്ന് നൽകണമെന്ന് ആരോഗ്യ മന്ത്രാലയം നിർദ്ദേശിച്ചിരുന്നു. ഇതിനായി ദേശീയാടിസ്ഥാനത്തിൽ 6 മാസത്തെ പോളിയോ പ്രതിരോധ ക്യാമ്പയിന് ആരോഗ്യ മന്ത്രാലയം ഫെബ്രുവരി 5-ന് തുടക്കമിട്ടിരുന്നു. എല്ലാ സർക്കാർ ആരോഗ്യ കേന്ദ്രങ്ങളിലും വാക്സിനേഷനുള്ള സൗകര്യങ്ങളൊരുക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. യജ്ഞം ആരംഭിച്ച് ഒരാഴ്ച പിന്നിടുന്നതിനു മുമ്പാണ് വാക്സിനേഷൻ പദ്ധതി നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ട് അഭിഭാഷകൻ കോടതിയെ സമീപിച്ചത്. അതിവേഗ കോടതിയിൽ നൽകിയ പരാതി ഈ മാസം 21-ന് പരിഗണിക്കും. പോളിയോ വാക്സിൻ നൽകാൻ ഉപയോഗിക്കുന്ന നിപ്പിൾ മാരകരോഗങ്ങൾക്ക് കാരണമാകുന്നുവെന്നാണ് ഹർജിക്കാരന്റെ വാദം. ഇതേ കാരണത്താൽ അമേരിക്ക, ബ്രിട്ടൻ തുടങ്ങിയ രാജ്യങ്ങളിൽ പോളിയോ വാക്സിൻ പദ്ധതി നിർത്തിവച്ചിട്ടുണ്ടെന്നും 2013-ൽ ലോകാരോഗ്യ സംഘടന പുറത്തുവിട്ട റിപ്പോർട്ടിൽ ഇത്തരത്തിൽ പോളിയോ വാക്സിൻ നൽകുന്നതിനെതിരെ മുന്നറിയിപ്പുണ്ടെന്നും ഹർജിയിൽ പറയുന്നു. മീഡിയ 1 കുവൈറ്റ് സിറ്റി. ത്രിദിന സന്ദർശനത്തിനായി ബഹ്റൈനിലെത്തിയ മുഖ്യമന്ത്രി പിണറായി വിജയന് ഊഷ്മള സ്വീകരണം. ബഹ്റൈൻ സർക്കാരിന്റെ പ്രത്യേക ക്ഷണം സ്വീകരിച്ച് ഔദ്യോഗിക അതിഥിയായി എത്തിയ മുഖ്യമന്ത്രി ബഹ്റൈൻ ഭരണാധികാരികളുമായി കൂടിക്കാഴ്ച നടത്തി. UAE സന്ദർശനത്തിന് ശേഷം ബഹ്റൈനിലെത്തിയ മുഖ്യമന്ത്രി പിണറായി വിജയന് സ്നേഹോഷ്മളമായ സ്വീകരണമാണ് ലഭിച്ചത്. ബഹ്റൈൻ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെത്തിയ മുഖ്യമന്ത്രിയെ കോർട്ട് ഓഫ് ക്രൗൺ പ്രിൻസ് പ്രസിഡന്റ് ഷെയ്ഖ് ഖലീഫ ബിൻ ദായിജ് അൽ ഖലീഫ സ്വീകരിച്ചു. ഇന്ത്യൻ അംബാസഡർ ആലോക് കുമാർ സിൻഹയടക്കമുള്ള പ്രമുഖരും എത്തിയിരുന്നു. ബഹ്റൈൻ കിരീടാവകാശിയും 1ാം ഉപപ്രധാനമന്ത്രിയുമായ പ്രിൻസ് സൽമാൻ ബിൻ ഹമദ് അൽ ഖലീഫയുടെ പ്രത്യേക അതിഥിയായാണ് മുഖ്യമന്ത്രി ബഹ്റൈനിലെത്തിയത്. ഇന്ന് ബഹ്റൈൻ രാജാവ് ഹമദ് ബിൻ ഈസ അൽ ഖലീഫ, പ്രധാനമന്ത്രി പ്രിൻസ് ഖലീഫ ബിൻ സൽമാൻ അൽ ഖലീഫ, കിരീടാവകാശി സൽമാൻ ബിൻ ഹമദ് അൽ ഖലീഫ എന്നിവരുമായി കൂടിക്കാഴ്ച നടത്തി. ബഹ്റൈൻ കേരളീയ സമാജത്തിന്റെ 70ാം വാർഷിക പരിപാടികളുടെ ഉദ്ഘാടനം മുഖ്യമന്ത്രി നിർവഹിച്ചു. അധികാരമേറ്റ ശേഷം ആദ്യമായി ബഹ്റൈനിലെത്തിയ മുഖ്യമന്ത്രിക്ക് പ്രവാസി സമൂഹമൊരുക്കുന്ന പൗരസ്വീകരണം നാളെ ബഹ്റൈൻ സമയം വൈകിട്ട് 5 മണിക്ക് ബഹ്റൈൻ കേരളീയ സമാജത്തിൽ നടക്കും. ഇന്നും നാളെയും നടക്കുന്ന തിരക്കിട്ട പരിപാടികൾക്ക് ശേഷം ശനിയാഴ്ചയാണ് മുഖ്യമന്ത്രി കേരളത്തിലേക്ക് മടങ്ങുക. മീഡിയ 1 ബഹ്റൈൻ. കേരളവും ബഹ്റൈനും തമ്മിലുള്ള ബന്ധത്തെ ശക്തിപ്പെടുത്തുന്ന 7 നിർദ്ദേശങ്ങൾ ബഹ്റൈൻ രാജാവിന് സമർപ്പിച്ചതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. ബഹ്റൈനിൽ കേരളീയ സമാജം 70ാം വാർഷികാഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം.
മുഖ്യമന്ത്രിയുടെ ബഹ്റിൻ സന്ദർശനത്തിന്റെ കൂടുതൽ വിശദാംശങ്ങൾ നൽകാൻ ബഹ്റിനിൽ നിന്ന് സിറാജ് പള്ളിക്കര ചേരുന്നു. സിറാജ്, എങ്ങനെ പുരോഗമിക്കുന്നു മുഖ്യമന്ത്രിയുടെ ബഹ്റിൻ യാത്ര? എന്തെല്ലാം നിർദ്ദേശങ്ങളാണ് രാജാവിന് മുഖ്യമന്ത്രി സമർപ്പിച്ചിരിക്കുന്നത്? ബഹ്റിൻ കേരളീയ സമാജത്തിന്റെ 70ാം വാർഷികാഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്യാനെത്തിയപ്പോഴാണ് കേരള മുഖ്യമന്ത്രി ബഹ്റിൻ രാജാവിന്റെ മുന്നിൽ 7 നിർദ്ദേശങ്ങൾ സമർപ്പിച്ചതായി പറഞ്ഞത്. വൻ ജനാവലിയായിരുന്നു ബഹ്റിൻ കേരളീയ സമാജത്തിൽ മുഖ്യമന്ത്രിയെ സ്വീകരിക്കാനെത്തിയത്. ബഹ്റിൻ വിദേശകാര്യമന്ത്രി ഷെയ്ഖ് ഖാലിദ് ബിൻ അഹമ്മദ് ബിൻ മുഹമ്മദ് അൽ ഖലീഫയുടെ അടക്കമുള്ള പ്രമുഖരാണ് ചടങ്ങിൽ പങ്കെടുത്തത്. മുഖ്യമന്ത്രി പറഞ്ഞത് ഒരു കേരള പബ്ലിക് സ്കൂളും എഞ്ചിനീയറിംഗ് കോളേജും ബഹ്റിനിൽ സ്ഥാപിക്കുവാനും കേരളത്തിലെ ഇൻഫ്രാസ്ട്രക്ചർ വികസിപ്പിക്കുവാനുള്ള പദ്ധതിയും ഇരു സർക്കാരുകളും തമ്മിൽ ഗവൺമെന്റ് ടു ഗവൺമെന്റ് GG ഫൈനാൻഷ്യൽ ഡിസ്ട്രിക്ട് കേരളത്തിൽ സ്ഥാപിക്കുവാനും സാംസ്കാരിക വിനിമയം സാധ്യമാക്കാൻ കേരളത്തിൽ ബഹ്റൈന്റെ പേരിൽ ഒരു സാംസ്കാരിക കേന്ദ്രം സ്ഥാപിക്കുവാനും ബഹ്റൈൻ സ്വദേശികൾക്ക് കുറഞ്ഞ ചെലവിൽ ചികിത്സ ലഭ്യമാക്കാൻ ബഹ്റൈൻ ഹോസ്പിറ്റൽ എന്ന പേരിൽ കേരളത്തിൽ ഒരു ആതുരാലയം സ്ഥാപിക്കുവാനും അതുപോലെ തന്നെ കേരള ക്ലിനിക് ബഹ്റൈനിൽ സ്ഥാപിക്കുവാനും നോർക്കയുമായി ചേർന്ന് ഒരു ലീഗൽ എയ്ഡ് സെന്റർ സ്ഥാപിക്കുവാനുമുള്ള നിർദ്ദേശങ്ങളാണ് മുഖ്യമന്ത്രി ബഹ്റൈൻ സർക്കാരിന് മുമ്പിൽ സമർപ്പിച്ചത്. സന്ധ്യ. സിറാജ്, ഇന്ന് മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക പരിപാടികൾ എന്തൊക്കെയായിരുന്നു? നാളെ അദ്ദേഹത്തിന് എന്തെല്ലാം പരിപാടികളാണുള്ളത്? നാളെ പകലിൽ ബഹ്റൈനിന്റെ തലസ്ഥാന നഗരിയായ മനാമയും അതുപോലെ തന്നെ ബഹ്റൈനിലെ ചരിത്ര പ്രാധാന്യമുള്ള സ്ഥലങ്ങളും മുഖ്യമന്ത്രി സന്ദർശിക്കും. അതുപോലെ തന്നെ നാളെ വൈകിട്ട് 5 മണിക്ക് ബഹ്റൈൻ സമയം 5 മണിക്ക് ബഹ്റൈനിലെ പ്രവാസികൾ നൽകുന്ന വിപുലമായ ഒരു പൗര സ്വീകരണവും ബഹ്റൈൻ കേരളീയ സമാജത്തിൽ നടക്കും. അതുപോലെ തന്നെ മറ്റന്നാൾ ശനിയാഴ്ച രാവിലെ ഒരു ബിസിനസ് മീറ്റ് കൂടി ബഹ്റൈനിൽ സംഘടിപ്പിച്ചിട്ടുണ്ട്. പ്രവാസ ലോകത്തെ വ്യവസായ പ്രമുഖർ പങ്കെടുക്കുന്ന ഈ പരിപാടിക്ക് ശേഷം കൂടിയായിരിക്കും കേരള മുഖ്യമന്ത്രി നാട്ടിലേക്ക് മടങ്ങും. ശരി സിറാജ്, ഇപ്പോൾ സാമൂഹ്യ പ്രവർത്തകനായ സുബൈർ കണ്ണൂർ ചേരുന്നു. സുബൈർ, മുഖ്യമന്ത്രിയുടെ ബഹ്റിൻ സന്ദർശനം ഇപ്പോൾ തുടരുകയാണ്. 7 നിർദ്ദേശങ്ങൾ ബഹ്റിൻ രാജാവിന് മുഖ്യമന്ത്രി സമർപ്പിച്ചതായി ഞങ്ങളുടെ റിപ്പോർട്ടർ റിപ്പോർട്ട് ചെയ്യുന്നു. ഇത് ഇരു രാജ്യങ്ങളുടെയും ബന്ധത്തെ എത്രത്തോളം ശക്തിപ്പെടുത്തുന്ന ഒരു സന്ദർശനമാണ് മുഖ്യമന്ത്രിയുടേത്? ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, അതായത് ഇന്നലെ രാത്രി വന്നത് മുതൽ നമ്മുടെ കേരളത്തിന്റെ അഭിമാനം വാനോളം ഉയർന്നു നിൽക്കുന്ന ഒരു പ്രതീതിയാണ് ഇവിടെ നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. അറബ് മേഖലയിൽ ഒരു മുഖ്യമന്ത്രിക്ക് കിട്ടാവുന്നതിന്റെ ഏറ്റവും വലിയ രീതിയിലുള്ള ഒരു സ്വീകരണമാണ് ബഹ്റൈൻ ഗവൺമെന്റ് കേരളത്തിന്റെ തലവന് ഒരുക്കിയിരിക്കുന്നത്. അതുപോലെ തന്നെ കേരളത്തിലെ പ്രവാസികളെ സംബന്ധിച്ച് വലിയൊരു നീണ്ട ഒരു നിർദ്ദേശം തന്നെ എങ്ങനെയാണ് അതായത് പ്രവാസികളെ കാര്യം കൈകാര്യം ചെയ്യേണ്ടത് എന്ന് ഇന്നത്തെ ബഹ്റൈനിലെ പ്രധാനമന്ത്രിയും കിരീടാവകാശിയുമായുള്ള കൂടിക്കാഴ്ചയിൽ അദ്ദേഹം കേരള സമാജത്തിന്റെ 70ാം വാർഷികത്തിന്റെ ഉദ്ഘാടന യോഗത്തിൽ തന്നെ അദ്ദേഹം പ്രഖ്യാപിക്കുകയുണ്ടായിട്ടുണ്ട്. തീർച്ചയായും മലയാളത്തിന്റെ അഭിമാനം വാനോളം ഉയരുന്ന രീതിയിലുള്ള ഒരു വലിയ സന്ദർശനം, ചരിത്രപരമായ സന്ദർശനമാണ് ശ്രീ പിണറായി നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തു തന്നെയാലും കേരളത്തിന്റെ അതായത് ഇന്നത്തെ ഗവൺമെന്റിന്റെ ഏറ്റവും വലിയ നേട്ടമായി നമുക്ക് ഇതിനെ കാണാൻ വേണ്ടി കഴിയും. നന്ദി ശ്രീ സുബൈർ. കേരളവും ബഹ്റിനും തമ്മിലുള്ള ബന്ധത്തെ ശക്തിപ്പെടുത്തുന്ന 7 നിർദ്ദേശങ്ങൾ ബഹ്റിൻ രാജാവിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ സമർപ്പിച്ചിരിക്കുന്നു. ബഹ്റിനിൽ കേരളീയ സമാജം 70ാം വാർഷികാഘോഷ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. വിവരങ്ങൾ നൽകിയത് സിറാജ് പള്ളിക്കര. മറ്റു വാർത്തകളിലേക്ക്. പിണറായിക്ക് പിന്നാലെ VSും ഗൾഫിലേക്ക്. ഭരണപരിഷ്കാര കമ്മീഷൻ VS അച്യുതാനന്ദൻ നാളെ അബുദാബിയിലെത്തും. ഒരു സ്വകാര്യ റേഡിയോ ചാനലിന്റെ വാർഷികത്തിൽ പങ്കെടുക്കാനാണ് VS ഗൾഫിലെത്തുന്നത്. അപൂർവമായി മാത്രം ഗൾഫിലെത്തുന്ന നേതാവാണ് VS അച്യുതാനന്ദൻ. 17 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് VS UAEയിലെത്തുന്നത്. 1999-ൽ VS അബുദാബിയിലും മസ്കത്തിലും സന്ദർശനം നടത്തിയിരുന്നു. കഴിഞ്ഞ വർഷം അദ്ദേഹം ബഹ്റൈനിലും എത്തി. മുഖ്യമന്ത്രി പിണറായി വിജയൻ ബഹ്റൈൻ സന്ദർശിക്കുമ്പോൾ തന്നെയാണ് VSന്റെ ഗൾഫ് സന്ദർശനം എന്ന പ്രത്യേകതയുണ്ട്. മുഖ്യമന്ത്രിയായിരിക്കെ പ്രവാസി വകുപ്പ് കൈകാര്യം ചെയ്തിരുന്ന VS ഗൾഫിലെത്താതിരുന്നത് വിമർശനങ്ങൾക്കും കാരണമായിരുന്നു. തിരുവനന്തപുരത്ത് നിന്ന് ഇത്തിഹാദ് വിമാനത്തിൽ വെള്ളിയാഴ്ച രാവിലെ 11:30ക്കാണ് അദ്ദേഹം അബുദാബിയിൽ ഇറങ്ങുക. ദൂസിത്താനി ഹോട്ടലിലാണ് VSന് താമസമൊരുക്കുന്നത്. അബുദാബി നാഷണൽ തിയേറ്ററിൽ വൈകുന്നേരം 6:30ക്ക് പ്രവാസി ഭാരതി റേഡിയോ ചാനലിന്റെ വാർഷിക പരിപാടി VS അച്യുതാനന്ദൻ ഉദ്ഘാടനം ചെയ്യും. VT ബൽറാം MLA, ലുലു ഗ്രൂപ്പ് ചെയർമാൻ MA യൂസഫ് അലി തുടങ്ങിയവർ പങ്കെടുക്കും. ശനിയാഴ്ച വൈകുന്നേരം VS തിരുവനന്തപുരത്തേക്ക് മടങ്ങും. ഷിനോ ഷംസുദ്ദീൻ, മീഡിയ 1, അബുദാബി. വാർത്തകളിലേക്ക്. കുവൈത്തിന്റെ ദേശീയ വിമോചന ദിനാഘോഷങ്ങളിൽ പങ്കെടുക്കാൻ ഇക്കുറി കൂടുതൽ വിദേശ വിനോദസഞ്ചാരികൾ എത്തുമെന്ന് റിപ്പോർട്ട്. ആഘോഷ കാലയളവിലേക്ക് 3 ലക്ഷത്തോളം സന്ദർശന വിസകൾ അനുവദിച്ചതായി ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. കുവൈത്ത്
ഒപ്പേറയിലും ഷെയ്ഖ് ജാബിർ പൈതൃക ഗ്രാമത്തിലും വൈവിധ്യമാർന്ന പരിപാടികളായിരിക്കും അരങ്ങേറുക. ഫെബ്രുവരി 25, 26 തീയതികളിലായാണ് കുവൈത്ത് ദേശീയ ദിനവും വിമോചന ദിനവും കൊണ്ടാടുന്നത്. ഇതിന്റെ ഭാഗമായി ഒരു മാസം നീണ്ടു നിൽക്കുന്ന ആഘോഷ പരിപാടികൾ അധികൃതർ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. കലാകായിക മത്സരങ്ങളും വിനോദ പരിപാടികളും രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി അരങ്ങേറും. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഇത്തവണ 20% അധിക പങ്കാളിത്തമുണ്ടാകുമെന്നാണ് അധികൃതരുടെ പ്രതീക്ഷ. 3 ലക്ഷം വിദേശികൾക്ക് ഇതിനോടകം സന്ദർശന വിസ അനുവദിച്ചതായി ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. ഓൺലൈനായും ഹോട്ടലുകൾ വഴിയും ലഭിച്ച അപേക്ഷകളിലാണ് വിസ അനുവദിച്ചത്. സർക്കാർ വകുപ്പുകൾക്ക് പുറമെ സ്വകാര്യ ബിസിനസ് സ്ഥാപനങ്ങളും ബ്രാൻഡുകളും വിവിധ പ്രവാസി കൂട്ടായ്മകളും ദേശീയ ദിനാഘോഷങ്ങൾ പൊലിപ്പിക്കാനുള്ള ഒരുക്കത്തിലാണ്. കുവൈത്ത് ഒപ്പേറ, ഷെയ്ഖ് ജാബിർ പൈതൃക ഗ്രാമം എന്നിവിടങ്ങളിൽ നടക്കുന്ന വിവിധ പ്രദർശനങ്ങളും സാംസ്കാരിക പരിപാടികളും ഇക്കുറി ദേശീയ ദിനാഘോഷത്തെ സമ്പന്നമാക്കും. ഹല ഫെബ്രുവരി ഉത്സവത്തിന്റെ ഭാഗമായി 10 മില്യൺ സമ്മാന കൂപ്പണുകളും $2 മില്യൺ സമ്മാനങ്ങളും വിതരണം ചെയ്യുമെന്ന് സംഘാടകർ അറിയിച്ചു. മീഡിയ 1, കുവൈറ്റ് സിറ്റി. കഴിഞ്ഞ 12 വർഷമായി സൈക്കിളിൽ ലോകം ചുറ്റിയ നേപ്പാൾ സ്വദേശി ലോകബന്ധു കർക്കി ഒമാനിലെത്തി. 2004 ആരംഭിച്ച യാത്രയിൽ 136 രാജ്യങ്ങളാണ് ഇതുവരെ സന്ദർശിച്ചത്. അടുത്ത 11 മാസ കാലയളവിനുള്ളിൽ ശേഷിക്കുന്ന 17 രാജ്യങ്ങൾ കൂടി സന്ദർശിക്കുകയാണ് ഇദ്ദേഹത്തിന്റെ ലക്ഷ്യം. ഒമാനിൽ നിന്നും യമനിലേക്കാണ് കർക്കിയുടെ അടുത്ത യാത്ര. 3 സുഹൃത്തുക്കൾക്കൊപ്പമാണ് കർക്കി യാത്ര ആരംഭിക്കുന്നത്. ഇതിൽ 2 പേർ മരണപ്പെട്ടു. ഒരാൾ ബംഗ്ലാദേശിൽ വെച്ച് മലേറിയ പിടിപെട്ടും മറ്റൊരാൾ കംബോഡിയയിൽ പർവ്വതത്തിന് മുകളിൽ നിന്ന് വീണുമാണ് മരിച്ചത്. തുടർച്ചയായ അപകടം കാരണം 3-ാമൻ യാത്രയിൽ നിന്ന് പിന്മാറി. യാത്രക്കിടയിൽ 9 തവണ മരണത്തെ മുന്നിൽ കണ്ട അനുഭവങ്ങളുണ്ടായെങ്കിലും കർക്കി പിന്തിരിഞ്ഞില്ല. സ്വന്തം സ്ഥലം വിറ്റ $5000 കൊണ്ടാണ് ഈ യാത്ര ആരംഭിച്ചത്. 12 വർഷം മുമ്പ് ആരംഭിച്ച യാത്രക്കിടയിൽ 2 വർഷം മാത്രമേ നേപ്പാളിൽ തിരിച്ചു പോയിട്ടുള്ളൂ. ലോകത്തിന്റെ വിവിധ രാഷ്ട്രങ്ങളിലെ അസമാധാനത്തിന്റെ കാഴ്ചകൾ താൻ നേരിട്ട് കണ്ടതായി ഇദ്ദേഹം പറയുന്നു. നേപ്പാളിന്റെ മുക്കുമൂലകളിലും ഇദ്ദേഹം ഈ സന്ദേശവുമായി യാത്ര ചെയ്തിട്ടുണ്ട്. I started this tour in 2004 December 7 and so far visited 136 countries. The main purpose of my tour is to spread the message of world peace and universal brotherhood of human beings. Everywhere I am getting positive response and the police of Oman are also doing welcome and supporting. വിവിധ രാജ്യങ്ങളിൽ കണ്ടുമുട്ടുന്ന നേപ്പാളി, ഇന്ത്യൻ സുഹൃത്തുക്കൾ എന്നിവരുടെ താമസ സ്ഥലങ്ങളിലും വഴിയോരങ്ങളിലും പാലത്തിന്റെ ചുവട്ടിലുമാണ് ഇദ്ദേഹം യാത്രക്കിടെ താമസിക്കുന്നത്. ചിലിയിലെ ഇന്ത്യൻ അംബാസിഡർ 2009 നൽകിയ ഇന്ത്യൻ പതാക ഇന്നും അദ്ദേഹം സൈക്കിളിൽ കൊണ്ടു നടക്കുന്നു. 1.5 ദശലക്ഷം ആളുകൾക്ക് ഇതുവരെ തന്റെ യാത്രയുടെ സന്ദേശം എത്തിച്ചു നൽകാൻ കഴിഞ്ഞതായി ഇദ്ദേഹം പറയുന്നു. ഒമാനിൽ കണ്ടുമുട്ടുന്നവരെല്ലാം യാത്രയ്ക്ക് പിന്തുണ വാഗ്ദാനം ചെയ്തതായി കർക്കി പറയുന്നുണ്ട്. സമാധാനത്തിന്റെയും സൗഹൃദത്തിന്റെയും സന്ദേശമായാണ് ഇദ്ദേഹത്തിന്റെ സൈക്കിൾ യാത്ര. ബിനോസ് കൊട്ടാരക്കര, മീഡിയ 1, മസ്കറ്റ്. 2030ഓടെ സൗദി സാമ്പത്തിക രംഗം വൻ പുരോഗതി പ്രാപിക്കുമെന്ന് അന്താരാഷ്ട്ര റിപ്പോർട്ട്. പ്രമുഖ അന്താരാഷ്ട്ര സാമ്പത്തിക ഏജൻസിയായ പ്രൈസ് വാട്ടർഹൌസ് കൂപ്പേഴ്സ് പ്രസിദ്ധീകരിച്ച കണക്ക് പ്രകാരം 2030ഓടെ സൗദി സാമ്പത്തിക രംഗം ലോകാടിസ്ഥാനത്തിൽ 13ാം സ്ഥാനത്തെത്തും. ലോകം സാമ്പത്തിക രംഗം 2050 എന്ന തലക്കെട്ടിൽ പ്രസിദ്ധീകരിച്ച റിപ്പോർട്ടിലാണ് സൗദി സാമ്പത്തിക വളർച്ച സൂചിപ്പിക്കുന്നത്. നിലവിലെ സൗദിയുടെ ആളോഹരി വരുമാനം $53,800 2030-ലെത്തുമ്പോൾ $70,400 ഉയരുമെന്നും റിപ്പോർട്ട് പറയുന്നു. ഈ കാലയളവിൽ ജനസംഖ്യാ വളർച്ചാ നിരക്കിൽ 1.1% വർധനയുണ്ടാകും. സൗദി നിക്ഷേപകർക്കും സംരംഭകർക്കും പ്രതീക്ഷ നൽകുന്നതാണ് പുതിയ കണക്കുകൾ. UAE-യിലെ ഫുജൈറയിൽ പുതിയ ക്രിസ്ത്യൻ ദേവാലയം തുറന്നു. ദുബൈയിലെ ചർച്ച് ഓഫ് സൗത്ത് ഇന്ത്യയാണ് ഫുജൈറയിൽ പുതിയ ദേവാലയം നിർമ്മിച്ചത്. ഈ സ്ഥലത്ത് ക്രിസ്തുവിന്റെ സ്നേഹത്തിന് സാക്ഷ്യം വഹിക്കേണ്ടതിന് ഞാൻ ഈ ആലയം പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ തുറക്കുന്നു. CSI സഭ പരമാധ്യക്ഷനും മധ്യ കേരള മഹാ ഇടവക ബിഷപ്പുമായ തോമസ് കെ ഉമ്മൻ തിരുമേനിയുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ഫുജൈറയിലെ ദേവാലയത്തിന്റെ പ്രതിഷ്ഠാകർമ്മം നടന്നത്. ഇതോടനുബന്ധിച്ച് നടന്ന പൊതുസമ്മേളനം ഫുജൈറ ട്രേഡ് സെന്റർ ചെയർമാൻ അബ്ദുൽ ഗഫൂർ ബഹ്റൂസിയാൻ ഉദ്ഘാടനം ചെയ്തു. പുതിയ ദേവാലയത്തിന് UAE-യിൽ അനുമതി നൽകിയ ഭരണാധികാരികൾക്ക് ബിഷപ്പ് നന്ദി അറിയിച്ചു. ദുബൈ ഇടവക വികാരി പ്രവീൺ ജോർജ് ചാക്കോ, ദുബൈ ഇന്ത്യൻ കോൺസുലേറ്റിലെ വൈസ് കോൺസുൽ ID രാജു, ജിജി ജോൺ ജേക്കബ്, ദാസ് ജോർജ്, പോൾ പി മാത്യു, ബൈജു ഇപ്പൻ, നിതിൻ ഗി വർഗീസ്, ക്രിസ്റ്റഫർ രത്നസ്വാമി, ഡോക്ടർ ജേക്കബ് കുരുവിള, ജോൺ കുര്യൻ, മാത്യു വർഗീസ്, ലിബിനി ഈശൻ ജോർജ്, എബി ജോൺ തുടങ്ങിയവർ സംസാരിച്ചു. ഫുജൈറ ഇടവകയുടെ വെബ്സൈറ്റിന്റെ ഉദ്ഘാടനവും ബിഷപ്പ് നിർവഹിച്ചു. മീഡിയ 1, ഫുജൈറ.
കുവൈത്ത് KMCC മെഡിക്കൽ വിംഗ് ഒരുക്കുന്ന സ്പന്ദനം 2017 മെഗാ മെഡിക്കൽ ക്യാമ്പ് നാളെ രാവിലെ 7 മണി മുതൽ അബാസിയ ഇന്റഗ്രേറ്റഡ് ഇന്ത്യൻ സ്കൂളിൽ നടക്കും. ഇന്ത്യൻ ഡോക്ടേഴ്സ് ഫോറം, ഇന്ത്യൻ ഡെന്റൽ അലയൻസ്, സൗദി ഫാർമസ്യൂട്ടിക്കൽസ് എന്നിവയുടെ സഹകരണത്തോടെ നടത്തുന്ന ക്യാമ്പിൽ 50ഓളം ഡോക്ടർമാരും പാരാമെഡിക്കൽ ജീവനക്കാരും പങ്കാളികളാകും. വിവിധ വിഭാഗങ്ങളിലെ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാരുടെ സേവനം ക്യാമ്പിൽ ലഭ്യമായിരിക്കും. ഫിസിയോതെറാപ്പി, അൾട്രാസൗണ്ട് സ്കാനിംഗ്, ബോഡി മാസ് ഇൻഡെക്സ്, ECG, രക്തപരിശോധന എന്നിവ സജ്ജീകരിക്കുമെന്നും സൗജന്യമായി മരുന്നുകൾ വിതരണം ചെയ്യുമെന്നും സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഉച്ചയ്ക്ക് 2 മണി വരെയാണ് ക്യാമ്പ് ഉണ്ടാവുക. മികച്ച രീതിയിൽ സാമൂഹിക ഉത്തരവാദിത്വ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുന്നത് പരിശീലിപ്പിക്കാൻ ദാനവർഷത്തിൽ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം ഫൗണ്ടേഷന്റെ വിപുലമായ പദ്ധതികൾ. പൊതു സ്വകാര്യ സ്ഥാപനങ്ങൾക്ക് ഗുണമാകും വിധം മാർഗനിർദ്ദേശം മുതൽ പ്രായോഗിക പരിശീലനം വരെയുള്ള വിവിധ പ്രവർത്തനങ്ങളാണ് ഫൗണ്ടേഷൻ ആസൂത്രണം ചെയ്യുന്നത്. ദാനവർഷത്തിന്റെ മൂല്യങ്ങൾ ഉൾക്കൊണ്ട് രാജ്യത്തിനകത്തും പുറത്തും സാമൂഹിക ഉത്തരവാദിത്വ നിർവഹണം പ്രോത്സാഹിപ്പിക്കാനും അറിവിന്റെ കൈമാറ്റം സാധ്യമാക്കാനുമാണ് പദ്ധതി. KIG കുവൈത്ത് ഒരുക്കുന്ന ഒരുമ സാമൂഹിക സുരക്ഷാ പദ്ധതിയുടെ ക്യാമ്പയിന്റെ ഭാഗമായി ഗ്രാൻഡ് ഹൈപ്പർ മാർക്കറ്റുമായി ചേർന്ന് അംഗത്വ ദിനം സംഘടിപ്പിക്കുന്നു. ഫെബ്രുവരി 10 വെള്ളിയാഴ്ച രാവിലെ 8 മുതൽ രാത്രി 10 വരെ ഗ്രാൻഡ് ഹൈപ്പർ മാർക്കറ്റിന്റെ അംബാസിയ, ഹവല്ലി, ഫഹാഹി ശാഖകളിൽ പ്രത്യേക കൗണ്ടറുകൾ പ്രവർത്തിക്കും. ഒരുമയിൽ അംഗമാകാൻ ആഗ്രഹിക്കുന്നവർക്ക് അപേക്ഷാ ഫോമും മെമ്പർഷിപ്പ് കാർഡും കൗണ്ടറിൽ നിന്നും ലഭിക്കും. ഗ്രാൻഡ് ഹൈപ്പർ മാർക്കറ്റിൽ ഷോപ്പിംഗ് നടത്തുന്ന ഒരുമ അംഗങ്ങൾക്ക് 10 ദിനാറിനുള്ള സാധനങ്ങൾ വാങ്ങുമ്പോൾ അര ദിനാർ ഡിസ്കൗണ്ട് ലഭിക്കുമെന്നും സംഘാടകർ വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. ഖത്തർ ഇന്ത്യൻ ഇസ്ലാമിക് അസോസിയേഷൻ വനിതാ വിഭാഗം നവലോകം സ്ത്രീ ഇസ്ലാം എന്ന തലക്കെട്ടിൽ മാർച്ച് 3 നടത്തുന്ന ഖത്തർ വനിതാ സമ്മേളനത്തിന്റെ ലോഗോ പ്രകാശനം ചെയ്തു. മൻസൂറയിലെ അസോസിയേഷൻ ഹാളിൽ ഖത്തർ ചാരിറ്റി വനിതാ വിഭാഗം പ്രതിനിധി ബദരിയ മുഹമ്മദ് യാക്കൂദ് മുഹമ്മദ് അൽ യാക്കൂദാണ് സമ്മേളന ലോഗോ പ്രകാശനം ചെയ്തത്. കരീം ഗ്രാഫി ആണ് ലോഗോ തയ്യാറാക്കിയത്. നവാലയുടെ ഖുർആൻ പാരായണത്തോടുകൂടി ആരംഭിച്ച പരിപാടിയിൽ മുഖ്യ രക്ഷാധികാരി നഫീസത്ത് ബീവി മുഖ്യപ്രഭാഷണം നിർവഹിച്ചു. പണ്ഡിതനും ഗ്രന്ഥകാരനുമായ CK മുഹമ്മദിന്റെ നിര്യാണത്തിൽ ഖത്തറിലെ ഇന്ത്യൻ ഇസ്ലാമിക് അസോസിയേഷൻ അനുശോചിച്ചു. ദീർഘകാലം ഖത്തർ പോലീസിൽ ഉദ്യോഗസ്ഥനായിരുന്ന മുഹമ്മദ് കരുവാരക്കുണ്ട് തരിശ് സ്വദേശിയാണ്. 17 വർഷത്തെ ഖത്തർ പ്രവാസത്തിന് ശേഷം ശാന്തപുരം അൽ ജാമിയ അൽ ഇസ്ലാമിയയിലെ അധ്യാപകനായി സേവനമനുഷ്ഠിച്ചു. സയ്യിദ് മൗദി, ഡോക്ടർ യൂസുഫുൽ ഗറദാവി തുടങ്ങിയവരുടെ ഗ്രന്ഥങ്ങൾ CK മുഹമ്മദ് മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട്. ഷാർജ മലയാളി കൂട്ടായ്മയുടെ 2ാമത് കുടുംബ സംഗമം വെള്ളിയാഴ്ച ഷാർജ ഇന്റർനാഷണൽ പാർക്കിൽ നടക്കും. രാവിലെ 10 മുതൽ വൈകിട്ട് 5 മണി വരെയാകും കുടുംബസംഗമം. ഇതോടെ മിഡ് ഈസ്റ്റ് അവർ പൂർണ്ണമാകുന്നു. ഇനി സ്പെഷ്യൽ എഡിഷന്റെ പുനഃസംരക്ഷണം കാണാം. നമസ്കാരം.